നമസ്കാരം, എന്താണ് വിശേഷം? എല്ലാവരും സുന്ദരെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? നവംബർ 1-ാം തീയതി നമ്മുടെ കേരള രൂപപ്പെട്ട ദിവസം, അതായത് കേരളപ്പിറവി അല്ലേ? അപ്പോൾ കേരളപ്പിറവി ആയിട്ട് ഞാൻ സെറ്റ് സാരി കൊടുത്ത് വരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരു നല്ല കേരളപ്പിറവി ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, സോറി. നിങ്ങൾ ബാച്ചിലേഴ്സും അതുപോലെ തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളും ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് കുക്കറിൽ എങ്ങനെയാണ് മട്ട റൈസ് കുക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പറയുകയും ചെയ്തു തീർച്ചയായിട്ടും ആ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുക്കറിൽ മട്ട റൈസ് തയ്യാറാക്കുന്നത് വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് മട്ട റൈസ് കുക്ക് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു ബൗളിൽ 2 ഗ്ലാസ് അരി സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി സോക്ക് ചെയ്ത് നമുക്കിടാം. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സോക്ക് ചെയ്യലാണ് കേട്ടോ. എപ്പോഴും അരി സോക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ എടുക്കുക. കുക്കറിൻ്റെ ഇതിപ്പോൾ ഞാനിത് 8 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അലുമിനിയം കുക്കറാണ്, പ്രസ്റ്റീജിൻ്റെ. അപ്പോൾ ഇതിൽ ഞാൻ 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വെള്ളം കൂടുതൽ എടുക്കണം, ഒരിക്കലും വെള്ളം കുറവെടുക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം കുറവെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അങ്ങ് വെന്ത് വരുന്ന സമയത്ത് ആകെ അങ്ങ് കുഴഞ്ഞു പോണ പോലെയാവും. അപ്പോൾ എപ്പോഴും വെള്ളം കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. നന്നായി തിളച്ചതിന് ശേഷം മാത്രം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് അതിൽ നിന്ന് വെള്ളം ഒന്നും കൂടെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക. ഇപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരി കുക്ക് ചെയ്യുന്ന സമയമായിരിക്കില്ല നമുക്ക് 1 ഗ്ലാസ് അരി കുക്കായി കിട്ടാൻ. അതുപോലെ തന്നെ 3 ഗ്ലാസ് അരി കുക്കായി കിട്ടാനും സമയം വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുടെ അളവ് കുറയും തോറും കുക്കിംഗ് ടൈം കൂടും. മനസ്സിലായോ? അതേസമയം അരി കൂടും തോറും കുക്കിംഗ് ടൈം കുറയും. അതാണ് അതിൻ്റെ സംഭവം. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അരി സെയിം ബ്രാൻഡ് തന്നെ വാങ്ങിച്ചാൽ പോലും ഓരോ പുതിയ ചാക്ക് അരി വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ പുതിയ പാക്കറ്റ് അരി വാങ്ങിക്കുമ്പോഴും ആദ്യത്തെ ദിവസം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കുക. കാരണം ചിലപ്പോൾ അരിയുടെ പുഴുങ്ങുന്ന അതിൽ ടൈമിലൊക്കെ അവർക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലും ചിലപ്പോൾ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം പുതിയതായിട്ട് പാക്കറ്റ് പൊട്ടിച്ചുണ്ടാക്കുന്ന ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ആ ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും സൂക്ഷിക്കുക. വെള്ളം ഒരിക്കലും കുറവ് വയ്ക്കാതിരിക്കുക. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരട്ടെ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. 1 ഗ്ലാസ് അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ സാധാരണ രീതിയിൽ 1 ഗ്ലാസ് അരി കുക്ക് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് ഗസ്റ്റ് ഉള്ള കാരണം ഞാൻ 2 ഗ്ലാസ് അരി വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏത് കുക്കറിലാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം വെക്കണം. അപ്പോൾ ചെറിയ 5 ലിറ്ററിൻ്റെ കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ് അരി വെക്കുന്നുണ്ടെങ്കിൽ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1/4 ഭാഗം വെള്ളം വെക്കണം. ഓക്കെ, ഈ കുക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ദുബായിൽ വന്ന സമയത്ത് ജാൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുക്കറായിരുന്നു. ഒരു 8 ലിറ്ററിൻ്റെ കുക്കറാണത്, പ്രസ്റ്റീജിൻ്റെ. ഇപ്പോഴും ഞാനിങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ വാഷർ മാറ്റും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമുക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറൊക്കെ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്നുള്ളതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി കുക്കർ സൂക്ഷിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഉടനെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് വെക്കുക. പിന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴെങ്കിലും വാഷർ മാറ്റുക. വാഷർ എപ്പോഴും ലൂസ് ആകുമ്പോഴാണ് എപ്പോഴും ഈ പുറത്തേക്ക് വെള്ളം പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുക. ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ 2 വാഷർ കൊണ്ടുവരും. അപ്പോൾ 6 മാസം കൂടുമ്പോൾ ഒരെണ്ണം മാറ്റും, പിന്നെ അടുത്ത 6 മാസം കൂടുമ്പോൾ മാറ്റും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒട്ടും നമ്മുടെ കുക്കർ ലീക്ക് ആവില്ല, വെള്ളം പുറത്തേക്ക് പോവില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ കുക്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കണ്ടു കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ, അതായത് ചോറിൻ്റെ വറ്റൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കമ്പി പോലുള്ള സംഭവം വാങ്ങിക്കാൻ കിട്ടില്ല നമ്മൾ, അത് വെച്ചിട്ട് ഉള്ളിലേക്ക്
ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും അതിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അത് പോന്നോളും. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് വെക്കാറുള്ളൂ. ഞാൻ വെയിറ്റ് വെച്ചിട്ട് തന്നെയാണ് കുക്കർ അടയ്ക്കാറ് കേട്ടോ. അത് ഓരോരുത്തരും ഓരോ രീതിയാണെന്ന് മാത്രം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഈ ഹോളിൽ വാഷ് ചെയ്യുന്ന പോലെ തന്നെ വെള്ളം നന്നായിട്ട് അങ്ങ് പമ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇതിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പൊക്കോളും. പണ്ട് എനിക്കിവിടെ വന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടിയരിക്കഞ്ഞില്ലേ, പൊടിയരിക്കഞ്ഞി വെച്ചപ്പോൾ ഇതങ്ങ് അടഞ്ഞു പോയി, ഈ ഹോൾ അടഞ്ഞു. പിന്നെ വിസിൽ വരുന്നില്ല. ഭാഗ്യത്തിന് എനിക്ക് എന്തോ സംശയം തോന്നിയാൽ നോക്കിയപ്പോഴെന്താ വെച്ചാൽ വെള്ളം കംപ്ലീറ്റ് പറ്റി, പക്ഷേ വിസിലൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ ഹോളിൽ ചോറിൻ്റെ വറ്റ് അടഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഹോളിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണോട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അഥവാ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തോ ഒന്ന് തടഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതും നന്നായി വാഷ് ചെയ്യണം, എപ്പോഴും വെയിറ്റ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെള്ളം തിളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ജസ്റ്റ് അടച്ചു വെക്കുക, വെയിറ്റ് ഒന്നും വെക്കണ്ട. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലത്തെ വെള്ളം തിളച്ചോളും. അപ്പോൾ നമ്മളെപ്പോഴും കുക്കർ എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡിലില്ലേ, ഹാൻഡിൽ ലൂസായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ എപ്പോഴും അടുക്കളയിൽ കരുതുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഹാൻഡിലും അതുപോലെ തന്നെ ഈ ഹാൻഡിലും നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെവി ആയിട്ടുള്ള കുക്കറൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാൻഡിൽ ലൂസാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി താഴോട്ട് പോയി നമ്മുടെ മേല് വെള്ളമൊക്കെ വീണ് പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുക്കറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഇടുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം, പതുക്കെ ഇടണം, അല്ലെങ്കിൽ മേലേക്ക് അങ്ങ് വെള്ളം തെറിക്കും, മൂത്തിക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോന്നെടുത്ത് പറയുന്നത്. കാരണം ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി കുക്കറിൽ അരിയൊക്കെ വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എത്ര സമയം എന്നൊന്നും അറിയില്ല. അന്ന് ഞാനൊക്കെ വന്ന സമയത്ത് യൂട്യൂബിൽ അരി വെക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയും കൂടി ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച് നോക്കി. ഒരു പ്രാവശ്യം എൻ്റെ ചോറ് വെന്തുടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് മനസ്സിലായത് ഓരോ അരിയുടെയും വേവ് വ്യത്യാസമാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടയ്ക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം തീ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെയിറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഊതി കൊടുത്തോ, എന്തെങ്കിലും ഇതിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊക്കോളും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹോള് കംപ്ലീറ്റ് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മീഡിയത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇതങ്ങ് തുറക്കും. ഇതിലത്തെ മൊത്തത്തിൽ ആവി പോകാൻ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. തുറന്ന് നോക്കിയിട്ട് അഥവാ കുറച്ചും കൂടെ കുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കുകയുള്ളൂ. പിന്നെ ഞാനിനി ഫ്ലെയിമിൽ വെക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ചോറ് വെച്ചിട്ട് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ചോറ് ആദ്യം തന്നെ രാവിലെ എനിക്ക് കഴിഞ്ഞ് ചെയ്യുന്ന പണി ചോറ് വെക്കലാണ്. അപ്പോൾ ചോറ് അടുപ്പത്തിട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ അലക്കലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിസിൽ കേൾക്കും. അപ്പോൾ വിസിൽ കേൾക്കുന്ന സമയത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ തുറന്നാൽ മതി. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്, അയ്യോ ചോറ് വെന്തുടയോ എന്ന്. നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ആ ഒരു പേടിയാണ് ഏറ്റവും പ്രശ്നം. മനസ്സിലായോ? ഒരു വിസിൽ വന്നോട്ടെ, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി തുറക്കാം. പിന്നെ ഓവർ വെള്ളമായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടി തൂറ്റി പുറത്തേക്ക് പോകും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല, ശ്രദ്ധിക്കുക. കുറയാനും പാടില്ല, കൂടാനും പാടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാഷർ ലൂസാണെന്നുണ്ടെങ്കിൽ പുതിയ വാഷർ ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ ആകെപ്പാടെ കംപ്ലീറ്റ് വെള്ളം തൂറ്റി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കാരണം ഇതിൽ വിസിൽ കംപ്ലീറ്റ് പോകാനുള്ള സമയമില്ല നമുക്ക്. അത് പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുക്കായി പോകും നമ്മുടെ ചോറ്. സിങ്കിൽ വെച്ചിട്ട് വെള്ളം തുറന്നു വിടുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് വെള്ളം തുറന്നു വിടാം. അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവിടേക്ക് തൂറ്റി വരും. ഇതാണ് എൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു വിസിൽ വന്നാൽ അപ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. ചില ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യുക കേട്ടോ. കുക്കർ വലുതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരുപാട് ചെറിയ കുക്കർ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് എടുക്കുക, എന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം അരി നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കുക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം. എനിക്ക് പെർഫെക്റ്റ് രീതിയിൽ ഇത് കുക്കായിട്ടുണ്ട്. തൊട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, തനിയെ കിടക്കുന്നുണ്ട്. അതേസമയം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് വേണ്ട പരുവം. പക്ഷേ ചില ആൾക്കാർക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കുക്കാവണം. അതേസമയം ചില ആൾക്കാർക്ക് ഇത്രയും കുക്കാവാൻ പാടില്ല. അതിപ്പോൾ ഓരോരുത്തർക്ക് അറിയാലോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ. ഇതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നന്നായിട്ട് കുക്കായിട്ടുള്ള ചോറാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും വെള്ളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത്രയും വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ചോറ് ഇങ്ങനെ കട്ട പിടിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ചോറിൽ സാധാരണ ചോറ് ഊറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിടാറുണ്ട്.
അതേസമയം പലവരും ഉപ്പിടാറില്ല കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കാരണം എനിക്ക് ഉപ്പിട്ട ചോറാണ് ഇഷ്ടം. പിന്നെ BP-യുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ചിട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിടല്ലെങ്കിൽ ഉപ്പിടാതിരിക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. എൻ്റെ വീട്ടിലൊക്കെ കല്ലുപ്പാണ് ഇടുക, പക്ഷെ ഞാനിപ്പോൾ സാധാരണ പൊടിയുപ്പാണ് ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ കൊട്ടാന്ന് പറയില്ലേ, എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, കയ്യിൽ കൊട്ട കൊണ്ടാണ് ഊറ്റിയിടാറ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സ്ട്രെയിനർ എടുക്കുക, അതിലോട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങനെ കമത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കയ്യിൽ കൊട്ട ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിനർ വെക്കുക, അതിലോട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. ചിലവർ ഇതിൻ്റെ മേലെ കൂടെ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പച്ചവെള്ളം ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് വേവാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലീറ്റ് ചോറ് ഇതിലേക്ക് അങ്ങ് വടിച്ചിടുക. അപ്പോൾ കംപ്ലീറ്റ് ചോറും ഇതിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലൊരു മിഡിൽ പോർഷനിൽ കുറച്ച് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതിനങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് പൊക്കോളും. പിന്നെ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള സിങ്ക് ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുക്കറിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുക, ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം നമുക്ക് കാസറോളിലോട്ട് ഇട്ട് വെക്കാം. നിങ്ങൾക്ക് കാസറോളാണെങ്കിൽ കാസറോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം, ഏതാണ് പാത്രം ആ പാത്രത്തിൽ ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക. നമ്മൾ ചൂടോടുകൂടി ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 ദിവസത്തിനൊക്കെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ചോറ് ഒരു പാത്രത്തിലോട്ട് വെക്കുക. പിന്നെ നാളേക്ക് വേണ്ട ചോറ് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഉപയോഗിച്ച ചോറ് അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട. തനിയെ തന്നെ ഒരു പാത്രത്തിൽ ആദ്യമേ തന്നെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ചോറ് പെട്ടെന്ന് കേടാവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള പരിപാടി, ഇത്ര ഈസിയാണ് നമുക്ക് ചോറ് റെഡിയാക്കുന്നത്. ആ കറക്റ്റായിട്ടുള്ള സമയം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത്ര സമയം എടുത്തു. പക്ഷേ ഒറ്റ വിസിൽ വന്ന ആ വശം തന്നെ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കലും കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സമയം അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ ആയി തോന്നുന്നു അതുപോലെ ചെയ്യുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് വെള്ളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ഇതൊരു കാസറോളിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്ത് ക്ലീൻ ചെയ്തിട്ട് ആൾക്ക് ക്ലീൻ ചെയ്ത് പോയിട്ട് സാധനങ്ങൾ കാണാനില്ലേ? വെള്ളിയാഴ്ച രാവിലെ പരിപ്പ് പൊട്ടിച്ച് പാത്രത്തിലിടുന്നു. ഓ, ഇതാണോ ഒരു ദിവസം? സാമ്പാർ ഉണ്ടാക്കാൻ പോവാ. ആണോ? ജോസഫിനായിട്ട് സാമ്പാറിനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് എപ്പോഴും വരാന്നിട്ടില്ല. സാമ്പാർ ഉണ്ടാക്കി അതങ്ങനെ ഇരിക്കുമല്ലോ അല്ലേ? അതെ, 3-4 ദിവസം സാമ്പാർ കൊടുക്കും. പിന്നെ ഇതാണ് അടുക്കള. ഇതെല്ലാം അടുക്കള, വീണയുടെ സമ്പാദ്യം. നമ്മൾ അടുക്കളയിൽ സ്ഥലമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം നിറഞ്ഞു പോകും.